Hi all, welcome back. EE301 Module 4ന്റെ ഫിഫ്ത്ത് ലെക്ചർ സീരീസ് ആണ്. അതായത് ഫാക്സ് ഫ്ലെക്സിബിൾ എ സി ട്രാൻസ്മിഷൻ സിസ്റ്റം അതുപോലെ SVC. അപ്പോൾ ഇതിൽ നമ്മൾ കവർ ചെയ്യണത് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലെക്സിബിൾ എ സി ട്രാൻസ്മിഷൻ സിസ്റ്റം എന്താണെന്നുള്ളത്, ഫാക്സ് എന്താണെന്നുള്ളത്, അതുപോലെ നീഡ് ഓഫ് ഫാക്സ്, ബെനിഫിറ്റ്സ് ഓഫ് ഫാക്സ്, അതുപോലെ SVC എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. Now, what is flexible AC transmission system? Flexible AC transmission systems are state-of-the-art control and protection systems that offer digitalized energy processing. Digitalized energy processing വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് കൺട്രോൾ ചെയ്യാനും അതുപോലെ പ്രൊട്ടക്ട് ചെയ്യാനും ഫ്ലെക്സിബിൾ AC ട്രാൻസ്മിഷൻ കൊണ്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതെന്താന്ന് പറയുന്നത് വെച്ചാൽ ഇറ്റ് ഇസ് എ ആർട്ട് ഓഫ് ദ കൺട്രോൾ ആൻഡ് പ്രൊട്ടക്ഷൻ സിസ്റ്റം ദാറ്റ് ഓഫർ ഡിജിറ്റലൈസ്ഡ് എനർജി പ്രോസസിംഗ്. ദേ വർക്ക് വിത്ത് സ്റ്റഡി സ്റ്റേറ്റ്, ക്വാസി സ്റ്റഡി സ്റ്റേറ്റ്, ഡൈനാമിക്, ട്രാൻഷ്യൻ ടൈപ്പ് കൺട്രോൾസ്. ഇങ്ങനത്തെ എല്ലാ ഓപ്ഷൻസിലും അത് എന്ത് ചെയ്യാൻ പറ്റും? വർക്ക് ചെയ്യും. ഓക്കെ, ദേ ഓഫർ സ്റ്റാറ്റിക് കംപ്രസേഴ്സ് ഫോർ HVDC കൺട്രോൾ യൂസിങ് കോംപ്ലക്സ് ആൽഗരിതംസ്. അതിന് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചാൽ ദേ ക്യാൻ ഓഫർ സ്റ്റാറ്റിക് കംപ്രസേഴ്സ് ഓഫർ ചെയ്യാൻ പറ്റും ഏത് HVDC കൺട്രോളിന്. മനസ്സിലായോ? അപ്പോൾ ദീസ് കൺട്രോൾ സിസ്റ്റംസ് ഹെൽപ്പ്, അത് എന്താണ്, അതുകൊണ്ട് എന്താണ് ഗുണം? ദിസ് കൺട്രോൾ സിസ്റ്റം ഹെൽപ്പ് പ്രിവെന്റ് ഓവർ ഹീറ്റിംഗ് ഓർ അണ്ടർ പ്രോസസിംഗ്, എൻഷുറിംഗ് സ്റ്റേബിൾ എനർജി പ്രോസസിംഗ്. ഓവർ ഹീറ്റിങ്ങോ അല്ലെങ്കിൽ എനർജി പ്രോസസിങ് അണ്ടർ ആയിട്ട് പോവുക, അപ്പോൾ കുറഞ്ഞു പോവുക, അങ്ങനത്തെ ഇതൊന്നും ഉണ്ടല്ലോ, ഒക്കെ സ്റ്റേബിൾ ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഏത്? ഈ ഫാക്സ് വെച്ചിട്ട്. Facts, that is flexible AC transmission system, they are generally known are new devices that improve transmission system. Facts ആണ് ഒരു പുതിയ സിസ്റ്റം ആണ്. അതെന്താണ്? ട്രാൻസ്മിഷൻ സിസ്റ്റം ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പുതിയ സിസ്റ്റം ആയിട്ടാണ് നമ്മൾ ജനറലി കണക്കാക്കുക. It is a static equipment used for the AC transmission of electrical energy. ഫാക്സ് പറഞ്ഞാൽ ഒരു സ്റ്റാറ്റിക് എക്യുപ്മെന്റ് ആണ് എന്താണ്? AC ട്രാൻസ്മിഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജിക്ക് വേണ്ടിയില്ല. They are power electronic based ആണ്, അതായത് തൈറിസ്റ്റർ ബേസ്ഡ് ആണ് ഇതിന്റെ സിസ്റ്റം, വിച്ച് ഇംപ്രൂവ്സ് കൺട്രോളബിലിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് ദി സിസ്റ്റം. ഈ സിസ്റ്റത്തിന്റെ മൊത്തമുള്ള കൺട്രോളും അതിന്റെ സ്റ്റെബിലിറ്റി ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സിസ്റ്റമാണ് ഫാക്സ് സിസ്റ്റം. അത് ചെയ്യുന്നത് എന്താണ്? ഒരു പവർ ഇലക്ട്രോണിക് ബേസ്ഡ് ആണ്, മെയിൻ ആയിട്ട് തൈറിസ്റ്റർ ഒക്കെ വെച്ചിട്ടാണ്. ഓക്കെ, ഫ്ലെക്സിബിൾ ഓൾട്ടർനേറ്റിംഗ് കറന്റ് ട്രാൻസ്മിഷൻ സിസ്റ്റം controllers are capable of controlling power flows and enhancing the usable capacity of existing transmission system. ഇതിന്റെ ഒരു കാര്യം എന്താണെന്ന് പറയാൻ പോകാം. It is a capable of controlling power flows, അതായത് പവർ ഫ്ലോനെ കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. മാത്രമല്ല ഒരു എക്സിസ്റ്റിംഗ് ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലോട്ട് നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും? ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. The FACS technology is not a single high power controller, a single high power controller, but rather a collection of controllers, which can be applied individually or in coordination with others to control one or more of the interrelated system parameters. ഈ ഫാക്സിന് ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചാൽ അതൊരു സിംഗിൾ ആയിട്ടുള്ള ഒരു കൺട്രോളർ അല്ല, ബട്ട് ഒരു കളക്ഷൻ ഓഫ് ഗ്രൂപ്പ് ഓഫ് കൺട്രോളേഴ്സ് ആണ്. അത് നമുക്ക് വേണമെങ്കിൽ സിംഗിൾ ആയിട്ട് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ എന്താ എല്ലാവരും തമ്മിൽ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. വാട്ട് ആർ ദ നീഡ്സ് ഓഫ് ഫാക്സ്? ഫാക്സിന്റെ ആവശ്യകത എന്താണ്? The facts, high voltage flexible AC transmission systems are critical to maintain proper voltage quantities and qualities. അപ്പോൾ പ്രോപ്പർ വോൾട്ടേജും ക്വാണ്ടിറ്റീസ് അതുപോലെ ക്വാളിറ്റീസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഫാക്സ് വേണം. ഇനി ഫാക്സ് ഇല്ല എന്ന് വിചാരിക്കുക, വിത്തൗട്ട് ഫാക്സ് യുവർ സിസ്റ്റം മേ നോട്ട് ബി പ്രോപ്പർലി റെഗുലേറ്റിംഗ് വോൾട്ടേജ് ഓർ ചേഞ്ചിങ് ദ പവർ ദാറ്റ് ഈസ് ഈദർ ഇൻജക്റ്റഡ് ഇൻ ടു ഓർ അബ്സോർബ്ഡ് വയ ദ പവർ സിസ്റ്റം. അതായത് ഫാക്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ പവർ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മൾ ചിലപ്പോൾ പവർ അതിലേക്ക് കുറച്ച് ഇൻജക്ട് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അവിടുന്ന് എടുക്കേണ്ടി വരും പവർ സിസ്റ്റം വഴി. അതും പറ്റില്ല. അപ്പോൾ അതിനും നമുക്ക് ഫാക്സ് വേണം. ഫാക്സ് എൻഹാൻസ് ദ ഓവറോൾ ഗ്രിഡ് കപ്പാസിറ്റി ആൻഡ് പെർഫോമൻസ്. ഓവറോൾ ഗ്രിഡ് കപ്പാസിറ്റിയും പെർഫോമൻസും നടത്തണമെങ്കിലും എന്ത് വേണം? ഈ ഫാക്സ് വേണം. ദേ ആൾസോ ഇൻക്രീസ് ദ റിലയബിലിറ്റി ആൻഡ് എഫിഷ്യൻസി ഓഫ് യുവർ പവർ സിസ്റ്റം. ഈ ഫാക്സ് ഉണ്ടെങ്കിൽ എന്താണ്? നമുക്ക് റിലയബിലിറ്റി, അപ്പോൾ റിലയബിലിറ്റി കൂടുന്നതിനനുസരിച്ച് എഫിഷ്യൻസി ഓഫ് ദ പവർ സിസ്റ്റം കൂടും. അപ്പോൾ അതും ഒരു ആവശ്യകതയാണ്. ബൈ മിറ്റിഗേറ്റിംഗ് പവർ ഓസിലേഷൻ, ഫാക്സ് ആർ ഏബിൾ ടു ഓഫർ യു ഗ്രേറ്റർ കൺട്രോൾ ഓവർ യുവർ എനർജി. ഈ ഫാക്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പവർ ഓസിലേഷൻസ് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റില്ല. ഫാക്സ് ഉണ്ടെങ്കിലേ അത് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഫാക്സ് ഉണ്ടെങ്കിൽ അത് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് പറ്റുള്ളൂ? ഓവറോൾ എനർജിയുടെ മുകളിൽ ഗ്രേറ്റർ കൺട്രോൾ കിട്ടുള്ളൂ. To control the reactive power, FACS devices are needed. ഇനി റിയാക്റ്റീവ് പവർ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഫാക്സ് ഡിവൈസസ് വേണം. ഇനി അതേപോലെ എന്താണ്? ഫോർ ഇംപ്രൂവിംഗ് പവർ ഫാക്ടർ,
fax devices is needed to help. It helps in increasing stability of system. അപ്പോൾ fax system ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, സ്റ്റെബിലിറ്റി നമുക്കിപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ടു എൻഹാൻസ് ദ ക്വാളിറ്റി ഓഫ് സപ്ലൈയുടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും അല്ലെങ്കിൽ കൂട്ടാനും എന്ത് വേണം, ഫാക്സ് വേണം. അതുപോലെ ഫാക്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇൻക്ലൂഡ് ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ്. അപ്പോൾ ഫാക്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ്. Next, what are the benefits of fax? Increased transmission system reliability. System reliability കൂടും. Better utilization of existing power transmission system. നമുക്ക് ഇപ്പോഴുള്ള എക്സിസ്റ്റിംഗ് പവർ സിസ്റ്റം ട്രാൻസ്മിഷൻ സിസ്റ്റത്തിനെ ബെറ്റർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതായത് റെഡ്യൂസസ് ദ നീഡ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ന്യൂ ട്രാൻസ്മിഷൻ. നമുക്ക് എന്താണ് പറയാ, നീഡ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ന്യൂ ട്രാൻസ്മിഷന്റെ ആവശ്യമില്ല, ഉള്ളേമ വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്. ഇറ്റ് ഡാമ്പ് ഔട്ട് പവർ ഓസിലേഷൻ ആൻഡ് ഇൻക്രീസസ് ദ ട്രാൻസിഷൻ സ്റ്റെബിലിറ്റി. ഈ പെട്ടെന്ന് വരുന്ന ട്രാൻസിയന്റ് ഒക്കെ ഉണ്ടല്ലോ, അത് പെട്ടെന്ന് ഡാമ്പ് ഔട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, സ്റ്റെബിലിറ്റി വരുത്തും. These devices help to damp the power oscillation that could damage the equipment. ഈ വലിയ വലിയ ഓസിലേഷൻസ് കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡാമേജ് ആവും. അത് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും. ഇൻക്രീസ് പവർ ട്രാൻസ്മിഷൻ കേപ്പബിലിറ്റി. അതുപോലെ പവർ ട്രാൻസ്മിഷൻ കേപ്പബിലിറ്റി കൂട്ടും. ഡിക്രീസ് പവർ ട്രാൻസ്മിഷൻ ലോസസ് കുറക്കും. They contribute to optimal system operation by reducing power losses and improving voltage profile. Improved load sharing capability. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂട്ടാൻ പറ്റും. Regulation of power flow in prescribed transmission routes. Power flow നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കൺട്രോൾ ചെയ്യാം. They contribute to optimal system operation by reducing power losses and improving voltage profile. ഏറ്റവും വലിയൊരു ഗുണം എന്താ വെച്ചാൽ പവർ ലോസസ് നമുക്ക് നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ വോൾട്ടേജ് പ്രൊഫൈൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ. The power flow in critical lines can be enhanced as the operating margins can be reduced due to fast controllability. In general, the power carrying capacity of lines can be increased to values up to thermal limits. നമുക്ക് പവർ ക്യാരിയിങ് കപ്പാസിറ്റി എന്ത് ചെയ്യാം, തെർമൽ ലിമിറ്റ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്രീസ് ചെയ്യാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ പവർ ഫ്ലോ ഇൻ ക്രിട്ടിക്കൽ ലൈൻസ് ക്യാൻ ബി എൻഹാൻസ്ഡ് ഓർ ഓപ്പറേറ്റിംഗ് മാർജിൻസ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ഡ്യൂ ടു ഫാസ്റ്റ് കൺട്രോളബിലിറ്റി. നമുക്ക് ഈ ക്രിട്ടിക്കൽ ലൈനിലുള്ള പവർ ഫ്ലോ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് റെഡ്യൂസ് ചെയ്ത് എൻഹാൻസ് ചെയ്ത് ഫാസ്റ്റ് കൺട്രോൾ ഇതാക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. The transient stability limit is increased, thereby improving dynamic security of the system and reducing the incidence of the blackouts caused by cascading outages. ഈ ട്രാൻസിയന്റ് സ്റ്റെബിലിറ്റി ലിമിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പലയിടത്തും ഉണ്ടാവുന്ന ബ്ലാക്ക് ഔട്ട്സ് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. The steady state or small signal stability region can be increased by providing auxiliary stabilizing controllers to damp low frequency oscillation. ഇനി സ്റ്റഡി സ്റ്റേറ്റ് അല്ലെങ്കിൽ സ്മോൾ സിഗ്നൽ സ്റ്റെബിലിറ്റി റീജിയൻ എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റഡി സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്രീസ് ചെയ്യാൻ പറ്റും. എങ്ങനെ, ഓക്സിലറി സ്റ്റെബിലൈസേഷൻ കൺട്രോൾ വെച്ചിട്ട്. ഓക്കെ. ദ പ്രോബ്ലം ഓഫ് വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ആൻഡ് ഇൻ പർട്ടിക്കുലർ ഡൈനാമിക് ഓവർ വോൾട്ടേജസ് ക്യാൻ ബി ഓവർകം ബൈ ഫാക്സ് കൺട്രോളേഴ്സ്. അതായത് വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ, പ്രത്യേകിച്ച് എന്താണ് ഡൈനാമിക് ഓവർ വോൾട്ടേജസ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഫാക്സ് കൺട്രോളേഴ്സ് വെച്ചിട്ട് ഓവർകം ചെയ്യാൻ പറ്റും. ഇനി വാട്ട് ഈസ് SVC? SVC പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷണ്ട് കോമ്പൻസേറ്റർ ആയിട്ട് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയാം. അതായത് ഷണ്ടായിട്ട് ഒരു എക്യുപ്മെന്റ് കണക്ട് ചെയ്ത്, എന്താണെന്നൊക്കെ പറഞ്ഞുതരാം. എക്യുപ്മെന്റ് കണക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളുടെ എഫിഷ്യൻസി കൂട്ടാണ്. അപ്പോൾ വാട്ട് ഈസ് SVC? SVC is nothing but static wear compensator. A static wear compensator, SVC, is a set of electrical devices for providing fast-acting reactive power on high-voltage electricity transmission networks. അതായത് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആലോചിക്കുക, വാർ ആയിട്ടുള്ള ഔട്ട്പുട്ട് നമ്മൾ എന്തിന്റെ ആയിരുന്നു, റിയാക്റ്റീവ് പവറിന്റെ ആയിരുന്നു അല്ലെ. അപ്പോൾ SVC ആണ് കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ഇലക്ട്രിക്കൽ ഡിവൈസസ് ആണ്. എന്തിനാണ്, ഫാസ്റ്റ് ആക്ടിങ് റിയാക്റ്റീവ് പവർ. ചില സമയത്ത് നമുക്ക് റിയാക്റ്റീവ് പവർ ഇൻജെക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. SVC are part of the flexible transmission system device family regulating voltage, power factor, harmonics and stabilizing the system. SVC എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിൾ AC ട്രാൻസ്മിഷൻ സിസ്റ്റത്തിന്റെ ഒരു പാർട്ടാണ്. എന്തൊക്കെ യൂസ് ചെയ്യുന്നത്, വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യും, പവർ ഫാക്ടർ റെഡിയാക്കാൻ യൂസ് ചെയ്യും, ഹാർമോണിക്സും അതുപോലെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യും. A static wear compensator has no significant moving parts. Significant ആയിട്ട് മൂവിംഗ് പാർട്സ് ഒന്നുമില്ല, അതർ ദാൻ ഇന്റേണൽ സ്വിച്ച്, ഒരു ഇന്റേണൽ സ്വിച്ച് ഉണ്ടാവും. Prior to the invention of SVC, the power factor compensation was a preserve of large rotating machines such as synchronous condensers or
സ്വിച്ച്ഡ് കപ്പാസിറ്റർ ബാങ്ക്സ്. ഈ SVC വരുന്നതിന്റെ മുന്നേ പവർ ഫാക്ടർ കോമ്പൻസേഷൻ നമ്മൾ ആദ്യം പഠിച്ചിരുന്നില്ലേ, പവർ ഫാക്ടർ കോമ്പിനേഷൻ സിങ്ക്രണസ് കണ്ടൻസർ അല്ലെങ്കിൽ കപ്പാസിറ്റർ ബാങ്ക്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, പവർ ഫാക്ടർ കോമ്പൻസേഷൻ നടത്തിയത്. SVC ഈസ് ആൻ ഓട്ടോമേറ്റഡ് ഇംപെഡൻസ് മാച്ചിങ് ഡിവൈസ്. ഒരു ഓട്ടോമേറ്റഡ് ഇംപെഡൻസ് മാച്ചിങ് ഡിവൈസ് ആണ് ഡിസൈൻ ടു ബ്രിങ് ദ സിസ്റ്റം ക്ലോസർ ടു യൂണിറ്റി പവർ ഫാക്ടർ. അപ്പൊ ഇതെന്ന് വെച്ചാൽ HVC എന്ത് ചെയ്യുക, നമ്മൾ പവർ ഫാക്ടർ കണ്ടിട്ടില്ലേ, നമ്മള് എന്താണ് പറയാ, എത്ര റിയാക്റ്റീവ് പവർ പോകണ്ടോ അതിന്റെ ഓപ്പോസിറ്റീവ് ആയിട്ട് അതിലേക്ക് ഇൻജെക്ട് ചെയ്തിട്ട് അതിനെ കോമ്പൻസേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ യൂണിറ്റി പവർ ഫാക്ടറിലോട്ട് കൊണ്ടുവരും. SVCs ആർ യൂസ്ഡ് ഇൻ ടു മെയിൻ സിറ്റുവേഷൻ. എന്തൊക്കെയാണ്, കണക്റ്റഡ് ടു ദ പവർ സിസ്റ്റം ടു റെഗുലേറ്റ് ട്രാൻസ്മിഷൻ വോൾട്ടേജ്. ട്രാൻസ്മിഷൻ വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ട്രാൻസ്മിഷൻ SVC പറയും. കണക്റ്റഡ് നിയർ ലാർജ് ഇൻഡസ്ട്രിയൽ ലോഡ്സ് ടു ഇംപ്രൂവ് പവർ ക്വാളിറ്റി. രണ്ട് കാര്യമാണ്. ഒന്ന് എന്താണെന്ന് വെച്ചാൽ ട്രാൻസ്മിഷൻ വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്യാൻ ഇതാക്കും. അടുത്ത എന്താണ്, ഇൻഡസ്ട്രിയിലുള്ള ലോഡ്സിന്റെ പവർ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് രണ്ട് ടൈപ്പ് പറയാം, ട്രാൻസ്മിഷൻ SVC പറയാം, ഇൻഡസ്ട്രിയൽ SVC. ഒന്നുകൂടി ആലോചിക്കുക, കണക്റ്റഡ് ടു പവർ സിസ്റ്റം. ഇത് പവർ സിസ്റ്റത്തിലാണ് കണക്ട് ചെയ്യുന്നത്. എന്തിനാണ്, ഇൻ ഓർഡർ ടു റെഗുലേറ്റ് ദ ട്രാൻസ്മിഷൻ വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി. ഇറ്റ് ഈസ് കണക്റ്റഡ് നിയറർ ഇൻ ലാർജ് ഇൻഡസ്ട്രിയൽ ലോഡ്സ് ഇൻ ഓർഡർ ടു ഇംപ്രൂവ് പവർ ക്വാളിറ്റി. അപ്പൊ ലാർജർ ഇൻഡസ്ട്രിയൽ ലോഡ്സിന്റെ നിയറും കണക്ട് ചെയ്യും, അതിനെന്താണ്, ഇംപ്രൂവിങ് പവർ ക്വാളിറ്റി. അപ്പൊ ഇതാണ് രണ്ട് മെയിൻ സിറ്റുവേഷൻസ് SVC നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി എന്താണ്, ഇൻ ട്രാൻസ്മിഷൻ ആപ്ലിക്കേഷൻസ് ദ SVC ഈസ് യൂസ്ഡ് ടു റെഗുലേറ്റ് ദ ഗ്രിഡ് വോൾട്ടേജ്. ഇനി ഈ ട്രാൻസ്മിഷൻ വോൾട്ടേജ് അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ SVC ആപ്ലിക്കേഷനിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെഗുലേറ്റ് ദ ഗ്രിഡ് വോൾട്ടേജ്. നമ്മൾ എന്ത് ചെയ്യണം, വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്യും. ഇഫ് ദ പവർ സിസ്റ്റംസ് റിയാക്റ്റീവ് ലോഡ് ഈസ് കപ്പാസിറ്റീവ്, that is leading, the SVC will use thyristor controlled reactors to consume mass from the system. ഇതിലൊരു കാര്യം എന്താ അറിയോ, റിയാക്റ്റീവ് ലോഡ് അവിടുത്തെ കപ്പാസിറ്റീവ് ആണ്, ലീഡിംഗ് ആണ് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ട്രാൻസ്മിഷൻ സിസ്റ്റം ലാഗിങ് അല്ല, ലീഡിംഗ് ആയാലും പ്രശ്നം വരും. അങ്ങനെ ലീഡിംഗ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അവിടെ SVC എന്ത് ചെയ്യും, റിയാക്ടേഴ്സ് വെച്ചിട്ട് എന്ത് ചെയ്യും, വാർസ്, അതായത് റിയാക്റ്റീവ് പവർ സപ്ലൈ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ലോവറിംഗ് ദ സിസ്റ്റം വോൾട്ടേജ്. അണ്ടർ ഇൻഡക്റ്റീവ്, ദാറ്റ് ഈസ് ലാഗിംഗ് കണ്ടീഷൻ, ദ കപ്പാസിറ്റർ ബാങ്ക്സ് ആർ ഓട്ടോമാറ്റിക്കലി സ്വിച്ച്ഡ് ഇൻ, thus providing higher system voltage. By connecting the thyristor controlled reactor, which is continuously variable along with the capacitor bank setup, and the net result is continuously variable leading or lagging power factor. അതായത് ഈ SVAR നേരത്തെ ഞാനൊരു ഇതായിട്ട് പറഞ്ഞു പോയോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. അതായത് നമ്മൾ റിയാക്റ്റീവ് പവർ സപ്ലൈ ചെയ്യാനാണ് SVAR മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ റിയാക്റ്റീവ് പവർ സപ്ലൈ ചെയ്യുമ്പോൾ എന്താ വെച്ചാല് നമ്മൾക്ക് എന്താണ്, ലീഡിങ് വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യും, ഇവിടെ റിയാക്റ്റീവ് പവർ സപ്ലൈ ചെയ്യും. നേരെ മറിച്ച് ലാഗിങ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇത് സ്വിച്ച് ഓവർ ചെയ്തിട്ട് എന്ത് ചെയ്യും, കപ്പാസിറ്റർ പവർ ബാങ്ക് സെറ്റപ്പ് വെച്ചിട്ട് എന്ത് ചെയ്യും, അതിനെ നമ്മള് ലീഡിങ്ങിൽ കൊണ്ടുവന്നിട്ട് യൂണിറ്റിലേക്ക് എത്തും. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ മൈനസിലാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ പ്ലസിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കപ്പാസിറ്റർ ബാങ്ക്, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, അതായത് നമ്മളൊരു പർട്ടിക്കുലർ യൂണിറ്റിയുടെ താഴെയാണ് കിടക്കുന്നത്, ലാഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് കപ്പാസിറ്റർ ബാങ്ക് സ്വിച്ച് ഓവർ ചെയ്തിട്ട് എന്ത് ചെയ്യും, പോസ്റ്റ് യൂണിറ്റിയിലോട്ട് കൊണ്ടുവരും. ഇനി അതല്ല ലീഡിംഗ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, SVR കോമ്പൻസേറ്റർ വെച്ചിട്ട് എന്ത് ചെയ്യും, റിയാക്റ്റീവ് പവർ സപ്ലൈ ചെയ്തിട്ട് അതിനെന്ത് ചെയ്യും, റിയാക്റ്റീവ് പവർ സപ്ലൈ ചെയ്തിട്ട് അത് യൂണിറ്റിയിലോട്ട് കൊണ്ടുവരും. In industrial applications, SVC are typically placed near high and rapidly varying loads such as arc furnaces where they can smooth flicker voltage. Industrial applicationൽ ഇത് എന്താ ചെയ്യുക, ഈ നല്ല വാരി ചെയ്യണ ലോഡ് ഉണ്ട് അതിന് തൊട്ടടുത്ത് വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അതായത് ആർക്ക് ഫർണസസ് ഉണ്ട് അവിടെ എന്ത് ചെയ്യും, ഫ്ലിക്കർ വോൾട്ടേജ് എന്ത് ചെയ്യും, സ്മൂത്ത് ചെയ്യും. Next principle. Typically, an SVC comprises one or more banks of fixed or switched shunt capacitors or reactors, of which at least one bank is switched by thyristors. അതായത് നമുക്ക് ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് ഇതുണ്ടാവും. അപ്പൊ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് രണ്ട് മൂന്ന് ഫിക്സഡ് അല്ലെങ്കിൽ സ്വിച്ച്ഡ് കപ്പാസിറ്റർ, ഷണ്ട് കപ്പാസിറ്റേഴ്സ് ഉണ്ടാവും, റിയാക്ടേഴ്സ് ഉണ്ടാവും. അതിൽ ഒരെണ്ണത്തിൽ എന്ത് ചെയ്യും, അറ്റ്ലീസ്റ്റ് ഒരെണ്ണം എന്താണ്, തൈറിസ്റ്റർ സ്വിച്ച്ഡ് ആയിരിക്കും. ഇപ്പൊ ഇവിടെ നോക്കി നോക്കി, ഇവിടെ ഒരു മെക്കാനിക്കലി സ്വിച്ച്ഡ് കപ്പാസിറ്റർ ഉണ്ട്, ഇവിടെ മെക്കാനിക്കലി സ്വിച്ച്ഡ് റിയാക്ടർ ഉണ്ട്, ഇവിടെ എന്താണ്, തൈറിസ്റ്റർ കൺട്രോൾഡ് റിയാക്ടർ ഉണ്ട്, ഇവിടെ തൈറിസ്റ്റർ കൺട്രോൾഡ് റിയാക്ടർ വിത്ത് കപ്പാസിറ്റർ ആണ്. അപ്പൊ തൈറിസ്റ്റർ സ്വിച്ച്ഡ് കപ്പാസിറ്റർ എന്ന് പറയും. അതാണ് ഈ പറഞ്ഞത്. ഇതിൽ ഏതെങ്കിലും ഒന്ന് എന്തായിരിക്കും സ്വിച്ച്ഡ്. ഒരു ജനറൽ ഡയഗ്രാം ഞാൻ ജസ്റ്റ് വരച്ചെന്നുള്ളൂ. ദ എലമെന്റ്സ് വിച്ച് മേ ബി യൂസ്ഡ് ടു മേക്ക് ആൻ SVC typically include എന്തൊക്കെയാണ്, തൈറിസ്റ്റർ കൺട്രോൾഡ് റിയാക്ടർ, അതിനാണ് പറയാ ഇതുമാണ് തൈറിസ്റ്റർ കൺട്രോൾഡ് റിയാക്ടർ. ഇവിടെ എന്താ വെച്ചാലും ഇത് തൈറിസ്റ്റർ വെച്ചിട്ടാണ് ഈ റിയാക്ടർ സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നത്, ഈ റിയാക്ടർ സിസ്റ്റം.
where the reactor may be air or iron cooled. ഈ റിയാക്ടർ എന്തായിരിക്കും? എയർ അയൺ കോൾഡ് ആയിരിക്കും. തൈറിസ്റ്റർ സ്വിച്ച്ഡ് കപ്പാസിറ്റർ ദാറ്റ് ഈസ് TSC, ഇതാണ് തൈറിസ്റ്റർ സ്വിച്ച്ഡ് കപ്പാസിറ്റർ. അതുപോലെ ഹാർമോണിക് ഫിൽറ്റേഴ്സ് ഉണ്ടാവും. പിന്നെ എന്താണ്? മെക്കാനിക്കലി സ്വിച്ച്ഡ് കപ്പാസിറ്റർ ഓർ റിയാക്ടേഴ്സ് സ്വിച്ച്ഡ് ബൈ എ സർക്യൂട്ട് ബ്രേക്കർ. ഇത്രയും സാധനങ്ങളാണ് ജനറൽ ആയിട്ട് ഒരു SVCയുടെ ഇതിൽ ഉണ്ടാവുക. Figure shows one line diagram of a typical SVC configuration, here employing a thyristor controlled reactor, a thyristor switched capacitor, a harmonic filter, a mechanical switched capacitor and a mechanically switched reactor. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാവും എന്താണ് പറയാ, സപ്ലൈ ഇത് വന്നിട്ട് നമ്മളുടെ റിയാക്ടർ വോൾട്ടേജ് എന്താണ്, റിയാക്റ്റീവ് വോൾട്ടേജ് കൂടുതലാണെങ്കിൽ കപ്പാസിറ്റർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ യൂണിറ്റിലോട്ട് എത്താൻ നോക്കും. അതല്ല ലീഡിംഗ് ആയിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഈ റിയാക്ടർ സ്വിച്ച് വെച്ചിട്ട് എന്ത് ചെയ്യും, അതിനെ യൂണിറ്റിയിലോട്ട്, അതായത് റിയാക്ടർ സപ്ലൈ കൊടുത്തിട്ട് എന്ത് ചെയ്യും, അല്ലെങ്കിൽ റിയാക്ടർ പവർ കൊടുത്തിട്ട് ആ ലീഡിങ്ങിനെ എന്ത് ചെയ്യും, യൂണിറ്റിയിലോട്ട് എത്തിക്കാൻ നോക്കും. By means of phase angle modulation switched by thyristors, the reactor may be variably switched on into the circuit and so provide continuously variable injection or absorption into the electrical network. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ലീഡിംഗ് കറണ്ട് ആണെന്നുണ്ടെങ്കിൽ റിയാക്റ്റീവ് പവർ ആക്ട് ചെയ്യും, ലാഗിങ് ആണെങ്കിൽ എന്ത് ചെയ്യും, കപ്പാസിറ്ററിന്റെ സിസ്റ്റം ആക്ട് ചെയ്യും. In this configuration, coarse voltage control is provided by the capacitors. The thyristor controlled reactor is to provide smooth control. ഈ coarse control voltage എന്ത് ചെയ്യുന്നത്, capacitors വെച്ചിട്ട് ചെയ്യും. അതുപോലെ thyristor controlled reactor എന്ത് ചെയ്യും, smooth control വെച്ചിട്ട്. Smoother control and more flexibility can be provided with the thyristor controlled capacitor switching. Smoother controlഉം അതുപോലെ flexibility കൂടുതൽ ഏതിനാണ്, thyristor controlled capacitor switching ആണ്. The thyristors are electronically controlled. Thyristors എന്താണ്, electronically controlled ആണ്. Thyristors like all semiconductors, generator heat and deionized water is commonly used to cool them. അപ്പോൾ ഈ thyristor ടൈപ്പ് നമ്മൾ ഈ കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യും. Chopping reactive load into the circuit in this manner injects undesirable odd order harmonics, and so banks of high power filters are usually provided to smooth the waveform. Since the filters themselves are capacitive, they also export MVAs to the power system. അപ്പോൾ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നത്, പെട്ടെന്ന് ഉണ്ടാവുന്ന ട്രാൻഷൻസ് ഒഴിവാക്കാൻ വേണ്ടി ഈ സിസ്റ്റം മൊത്തം പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. മോർ കോംപ്ലക്സ് അറേഞ്ച്മെന്റ്സ് ആർ പ്രാക്ടിക്കൽ വേർ പ്രിസൈസ് വോൾട്ടേജ് റെഗുലേഷൻ ഇസ് റിക്വയർഡ്. ഇനി പ്രിസൈസ് വോൾട്ടേജ് റെഗുലേഷൻ എന്നുണ്ടെങ്കിൽ മോർ കോംപ്ലക്സ് അറേഞ്ച്മെന്റ്സ് അവിടെ ആവശ്യം ഉണ്ട്. Okay. Voltage regulation is provided by means of a closed loop controller. Voltage regulation എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ വെച്ചിട്ട് തന്നെയാണ് അത് എന്ത് ചെയ്യുന്നത്, ഉണ്ടാക്കുന്നത്. റിമോട്ട് സൂപ്പർവൈസറി കൺട്രോൾ ആൻഡ് മാനുവൽ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ദ വോൾട്ടേജ് സെറ്റപ്പ് പോയിന്റ് ആർ ആൾസോ കോമൺ. നമുക്ക് റിമോട്ട് സൂപ്പർവൈസറി കൺട്രോൾ, അതുപോലെ മാനുവൽ അഡ്ജസ്റ്റ്മെന്റ്, റിമോട്ട്ലി സൂപ്പർവൈസ് ചെയ്യാം അല്ലെങ്കിൽ മാനുവൽ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഇതിൽ കോമൺ ആണ്. കണക്ഷൻ ജനറലി സ്റ്റാറ്റിക് വെയർ കോമ്പൻസേഷൻ ഈസ് നോട്ട് ഡൺ അറ്റ് ലൈൻ വോൾട്ടേജ്. A bank of transformers steps the transmission voltage, for example 230 kV, down to a much lower level, for example 9 kV. അപ്പോൾ ജനറലി ഒരു വാർ കോമ്പൻസേറ്റർ നമ്മൾ ഡയറക്റ്റ് ലൈൻ വോൾട്ടേജ് കൊണ്ടുപോയി കൊടുക്കില്ല. അവിടെ എന്തുണ്ടാവും, ഒരു ട്രാൻസ്ഫോമർ സെറ്റപ്പ് ഉണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യും, ട്രാൻസ്മിഷൻ വോൾട്ടേജിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യും. ഓക്കെ, അപ്പോൾ ആലോചിക്കുക, ജനറലി ഒരിക്കലും SVR തൈറിസ്റ്റർ കൊണ്ടുപോയിട്ട് ഒരു ഹൈ വോൾട്ടേജ് 230 kV കൊടുക്കില്ല. അവിടെ എന്ത് ചെയ്യും, അത് സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് എന്ത് ചെയ്യും, ഒരു 9 kV സ്റ്റെപ്പ് ഡൗൺ ചെയ്യും, എന്നിട്ട് അത് യൂസ് ചെയ്യും. ദിസ് റെഡ്യൂസസ് ദ സൈസ് ആൻഡ് നമ്പർ ഓഫ് കമ്പണൻസ് നീഡഡ് ഇൻ SVC. അതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണ്, അതുകൊണ്ട് തന്നെ സൈസും അതിന്റെ നമ്പർ ഓഫ് കമ്പണൻസ് വേണ്ടത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓൾദോ ദ കണ്ടക്ടേഴ്സ് മസ്റ്റ് ബി വെരി ലാർജ് ടു ഹാൻഡിൽ ദ ഹൈ കറൻസ് അസോസിയേറ്റഡ് വിത്ത് ദ ലോവർ വോൾട്ടേജ്. ഈവൻ ദോ നമുക്ക് കണ്ടക്ടേഴ്സ് ഹൈ കറൻസ് അസോസിയേറ്റഡ് വിത്ത് വോൾട്ടേജ് നമുക്ക് ഇതാക്കണമെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ സൈസ് കുറക്കാൻ പറ്റും. In some static war compensators for industrial applications such as electric arc furnaces, where there may be an existing medium voltage busbar present, for example 33 kV or a 33 kV 34 kV, the static wear compensator may be directly connected in order to save the cost of the transformer. Even though ഇത്രയൊക്കെ പറയുമെങ്കിൽ പോലും 9 kV ആണെന്ന് പറയുന്നത് പോലും 33 kV ഇതിൽക്കൊക്കെ എന്ത് ചെയ്യും, ചിലപ്പോൾ നമ്മൾ ട്രാൻസ്ഫോമറിന്റെ ആ കോസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, വയർ കോമ്പൻസേറ്റർ ഡയറക്റ്റ് എന്ത് ചെയ്യും, കണക്ട് ചെയ്യും. അപ്പൊ ഇപ്പൊ നമ്മൾ അവിടെ രണ്ട് രീതിയിൽ പറഞ്ഞു. ഒന്ന് പറഞ്ഞാല് ഹൈ വോൾട്ടേജിൽ നിന്ന് അതായത് 230 kV യിൽ നിന്ന് 9 kV നമ്മൾ ട്രാൻസ്ഫോമർ വെച്ചിട്ട്
സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ടാണ് ഇത് കണക്ട് ചെയ്യാവുന്നത്. ഇനി ട്രാൻസ്ഫോമറിന്റെ കോസ്റ്റ് കുറക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ 33 കെവിയിലും ഡയറക്റ്റ് കണക്ട് ചെയ്യും. അങ്ങനത്തെ രണ്ട് കണക്ഷൻ പറഞ്ഞു. അനദർ കണക്ഷൻ common connection point for HVC is on the delta tertiary winding of star connected auto transformer used to connect one transmission voltage to another transmission voltage. അതായത് നമ്മുടെ ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ ഡെൽറ്റ സൈഡിൽ എന്ത് ചെയ്യും, നമ്മൾ ഇത് കണക്ട് ചെയ്യും. ഓക്കെ, ഡെൽറ്റ ടെറിഷറി വൈൻഡിങ് ഓഫ് എ സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റത്തിലോട്ട് ഡെൽറ്റ ടെറിഷറി, അതായത് തരിസ്റ്റർ കൺട്രോൾ റെക്ടിഫയർ ഷോൺ വിത്ത് ഡെൽറ്റ കണക്ഷൻ, ഇത് ഡെൽറ്റ ആക്കിയിട്ട് എന്ത് ചെയ്യും, അതിന്റെ ഇതിലോട്ട് കണക്ട് ചെയ്യും. ഓക്കെ, ഡൈനാമിക് നേച്ചർ ഓഫ് SVC lies in the use of thyristors connected in series and inverse parallel, forming thyristor valves. The disc-shaped semiconductors, usually several inches in diameter, are usually located indoors the valves. ഇതെന്താ എന്നുള്ളത് SVC എവിടെയാണ് ലൈ ചെയ്യുന്നത്, അതായത് ഡൈനാമിക് നേച്ചർ ഓഫ് ദ SVC, അതായത് ഇതിന്റെ ഡൈനാമിക് നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈറിസ്റ്റർ കണക്ടഡ് ഇൻ സീരീസ് ആൻഡ് ഇൻവേഴ്സ് പാരലൽ ആയിട്ടാണ് ഇതിന്റെ നേച്ചർ, അങ്ങനെയാണ്. ഓക്കെ, അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഒന്ന് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടാവും, നേരെ എന്താണ് പാരലൈറ്റ്, ഇതാണ് ഈ വാൾവാണ് ഇതിന്റെ നേച്ചർ, അതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, തൈറിസ്റ്റർ വാൾവ്സ് പറഞ്ഞത്, അതായത് ഒന്ന് പോസിറ്റീവിൽ നേരെ ഓപ്പോസിറ്റ്. അപ്പൊ ഡൈനാമിക്കലി ഒന്ന് എന്താണ് ഇൻവേഴ്സ് പാരലൽ ഫോമിങ് സീരീസ് ആയിട്ട്, ഇത് ഇങ്ങനെയുള്ള സീരീസ് അതിന്റെ ഇൻവേഴ്സ് പാരലൽ ഫോം, അതായത് ഇൻവേഴ്സ് പാരലൽ ഫോം സീരീസ് ആയിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, next, advantages. The main advantages of SVCs over simple mechanically switched compensation changes schemes is their near instantaneous response to change in the system voltage. ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാല് പെട്ടെന്ന് ഉണ്ടാവണം. ഈ മെക്കാനിക്കൽ സ്വിച്ചിന് അത് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് സെൻസ് ചെയ്യാൻ ടൈം എടുക്കും. കാരണം ഇതിന് പെട്ടെന്ന് സെൻസ് ചെയ്യാൻ പറ്റും, ഇൻസ്റ്റന്റേനിയസ് റെസ്പോൺസ് ആയിരിക്കും. ഫോർ ദിസ് റീസൺ ദേ ആർ ഓഫൺ ഓപ്പറേറ്റഡ് അറ്റ് ക്ലോസ് ടു ദെയർ 0 point in order to maximize the reactive power correction they can rapidly provide when required. They are generally cheaper, higher capacity, faster and more reliable than dynamic compensation schemes. The dynamic compensation സ്കീമിനെക്കാട്ടും ഇപ്പോൾ ജനറൽ ആയിട്ട് യൂസ് ചെയ്യുന്നത് ചീപ്പർ ആണ്, ഹയർ കപ്പാസിറ്റി ആണ്, ഫാസ്റ്റർ ആണ്, മോർ റിലയബിൾ ആണ്. ഓക്കെ, അപ്പൊ നമ്മള് ഈ ഡൈനാമിക് കോമ്പൻസേഷൻ എന്തായിട്ടാണ് നമ്മൾ സിംഗ്രണസ് കണ്ടൻസറിനാണ് ഈ ഡൈനാമിക് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. അവർ സ്റ്റാറ്റിക് ബാർ കോമ്പൻസേറ്റേഴ്സ് ആർ മോർ എക്സ്പെൻസീവ് ദാൻ മെക്കാനിക്കലി സ്വിച്ച്ഡ്. ഈ പറയുന്ന സിംഗ്രണസ് കണ്ടൻസറിനെക്കാട്ടും കൂടുതലാണ്. സോ മെനി സിസ്റ്റം ഓപ്പറേറ്റ് യൂസ് എ കോമ്പിനേഷൻ ഓഫ് ടു ടെക്നോളജി, sometimes in the same installation, using the VAR compensator to provide support for fast changes and the mechanical switched capacitor. അപ്പോൾ ഈ വാറിൽ എന്താണെന്ന് വെച്ചാല് രണ്ട് സിസ്റ്റങ്ങളും കൂടിയിട്ട് കംപ്രസ് ചെയ്തിട്ടാണ് വരിക. അതായത് നമ്മൾക്ക് ലീഡിങ് ആയിട്ട് വോൾട്ടേജ് പോകുമ്പോൾ അതിനെ ലാഗ് ചെയ്യിച്ചിട്ട് യൂണിറ്റിയിലോട്ട് കൊണ്ടുവരണം. അതല്ല ലാഗ് ചെയ്തിട്ട് പോകുന്നത് വെച്ചാൽ അവിടെ കപ്പാസിറ്റർ പ്രൊവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അതിനെ യൂണിറ്റിയിലോട്ട് കൊണ്ടുവരണം. അപ്പൊ അത്രയും കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് കുറച്ച് കോസ്റ്റ് എന്താണ് കൂടുതലാണ്, അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട്. പക്ഷെ അത് നമ്മൾ മൊത്തം സിസ്റ്റം നോക്കുമ്പോൾ അത് നമ്മൾക്ക് ബാധിക്കുന്ന കാര്യമല്ല. ഓക്കെ, താങ്ക് യു.